എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 2-ാം തീയതി കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തൊരു ദിവസമായി മാറുകയാണ്. ഈ ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കടന്നു വരികയും നല്ലതിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 16 വരെയുള്ള ദിവസങ്ങളിലെ ഇവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ ആദ്യം തന്നെ പറയേണ്ടത്. ഇന്നേ ദിവസം ഒരു ആപത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കലഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും ഈ ദിവസം സാധിക്കും. ഒരുപാട് ധനനേട്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിർന്നാൽ അതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തൊഴിൽ രംഗത്ത് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ ഉള്ള സാധ്യതകൾ ഇവർക്ക് കാണുന്നുണ്ട്. വാദസംബന്ധിയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ച അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിന് സന്തോഷം നൽകുന്ന സംഭവങ്ങൾ ഇവർക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. മാനക്ഷയത്തിന് സാധ്യതയുള്ളതുകൊണ്ട് മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി നിർത്താൻ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. ഇവരുടെ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. വിദ്യാഭ്യാസത്തിനും ക്ലേശങ്ങൾ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നു പോകാൻ സാധ്യതകൾ കൂടുതലാണ്. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധ വേണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയേണ്ടത്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും ചില സഹായങ്ങൾ ഉണ്ടാകും. ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് കാലതാമസം മാറി അടുത്ത 5 ദിവസത്തിനുള്ളിൽ അത് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭാര്യ ഭർത്തൃ കലഹങ്ങൾ മാറുന്നത് സന്താനങ്ങൾക്ക് ഏറെ സന്തോഷം നൽകും. നേതൃരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലങ്ങളാകും ജീവിതത്തിൽ ഉണ്ടാകുക. വരും ദിവസങ്ങളിൽ ധനപുഷ്ടി പ്രതീക്ഷിക്കാം. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. വഴിയാത്രയ്ക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾ വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിക്കണം. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ വിരോധം കുറഞ്ഞു തുടങ്ങും. സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വീട്ടിൽ സ്വസ്ഥത അനുഭവിച്ചു തുടങ്ങും.
ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾ മാറിത്തുടങ്ങും. ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ അവസരങ്ങൾ ലഭിക്കും. കലഹ സ്വഭാവം മാറിത്തുടങ്ങും. ആഭരണങ്ങൾ, മറ്റ് അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്രകൾ ഓരോ കാര്യത്തിലും വേണ്ടിവരുന്ന ദിവസങ്ങളാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചല മനസ്കരായിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുകയില്ല. വാദബന്ധിയായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിക്കാനും നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ വിരോധങ്ങളൊക്കെ മാറി അവരോടൊപ്പം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും അനുഭവപ്പെട്ട തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വീട്ടിൽ ഇനിയുള്ള ദിവസങ്ങൾ സ്വസ്ഥമായിട്ട് മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും പിന്തുണ ലഭിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അച്ഛനോ അമ്മയ്ക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾക്ക് ശമനം കണ്ടു തുടങ്ങും. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ സാധിക്കും. പൊതുവെ കലഹ സ്വഭാവമായിരിക്കും ഇവർക്ക്. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ കഴിയും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. മോശം സമയം വിട്ടൊഴിയുന്നതിനാൽ പ്രാർത്ഥന കൂടുതൽ വേണം. എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനമെടുക്കാനും സാധിക്കും. വാദബന്ധിയായ വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും. കമിതാക്കളുടെ ആഗ്രഹവും സഫലമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥത കുറയുന്ന സമയമാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കാം. സഹോദര ബന്ധങ്ങൾ മോശമാകാതെ ശ്രദ്ധിക്കണം. പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾക്ക് മാറ്റം ഉണ്ടാകും. ഒപ്പം ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവരെ തേടി വരുന്ന ദിവസങ്ങളാണ്. ഇത് കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. ദൈവകടാക്ഷം കൂടുതലായിട്ട് ലഭിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഇവർക്ക് കലഹവാസന കൂടുതലായതിനാൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. ചെയ്യുന്ന വൃത്തികൾ ഏതായാലും അത് വേണ്ട രീതിയിൽ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങളും കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായിട്ട് അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാനും അവസരങ്ങൾ ലഭിക്കും. നാൽക്കാലി വളർത്തൽ പ്രതീക്ഷിക്കുന്നതിലും ലാഭകരമാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം നടത്താൻ. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയാർച്ചന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുടെ ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇനി അങ്ങോട്ട്. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയേണ്ടത്. ധനനേട്ടങ്ങൾക്കൊരു തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് ഫെബ്രുവരി 2. ഇവരുടെ സഹോദരങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിലെ കലഹങ്ങൾക്കൊക്കെ കുറവ് പ്രതീക്ഷിക്കാം. മനസ്സിന് സുഖവും സന്തോഷവും ലഭിക്കുന്ന ദിവസങ്ങളാണ് ഫെബ്രുവരി 2 മുതൽ. ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകുകയും ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് കുടുംബജീവിതം മനോഹരമാക്കാനും ഇവർക്ക് സാധിക്കും. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് മനോദുഃഖങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ദൂരയാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മന്ദതകൾ നീങ്ങിക്കിട്ടും. അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാം. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും
വളരെ മനോഹരമായിട്ട് നടത്താൻ ഇവർക്ക് സാധിക്കും. അതിനായിട്ട് വായ്പ കുടിശ്ശിക ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.